സൃഷ്ടി ഡിസൈൻസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടേബിൾ ടോപ്പ് മെഷീൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, ഓയിലിംഗ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതാണ് പഠിപ്പിക്കുന്നത്. അതായത് നമ്മൾ നോർമൽ മെഷീൻ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നും അതിൻ്റെ തകരാറുകൾ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേർക്ക് ഇഷ്ടമായതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ടേബിൾ ടോപ്പ് മെഷീൻ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടേബിൾ ടോപ്പ് മെഷീൻ അധികം മെയിൻ്റെനൻസും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല, പ്രോപ്പർ ഓയിലിങ്ങും ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷേ അതൊരു വളരെ വലിയ തെറ്റിദ്ധാരണ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ടേബിൾ ടോപ്പ് മെഷീനിലും നല്ല പ്രോപ്പറായിട്ടുള്ള മെയിൻ്റെനൻസും കാര്യങ്ങളും എല്ലാം ആവശ്യമാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ടേബിൾ ടോപ്പ് മെഷീൻ കേടായി പോകുന്നത്. ഒരുപാട് പേരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ടേബിൾ ടോപ്പ് മെഷീൻ പെട്ടെന്ന് കേടായി പോകുന്നുണ്ട്, ഇത് വാങ്ങണോ വേണ്ടയോ എന്നുള്ള കാര്യമൊക്കെ പറയുന്നത്. പക്ഷേ അത് ഏറ്റവും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല മെഷീൻ തന്നെയാണ്. അപ്പോൾ എല്ലാ മെഷീനും ഒരുപോലെ, അതായത് ടേബിൾ ടോപ്പ് മെഷീൻ എല്ലാം ഏകദേശം ഒരുപോലെ ഉള്ള മെയിൻ്റെനൻസും കാര്യങ്ങളും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മെഷീൻ നന്നായിട്ട് വൃത്തിയാക്കുക, അതായത് മേലുള്ള പൊടിയും കാര്യങ്ങളും എല്ലാം തുടച്ച് വൃത്തിയാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ നല്ല വൃത്തിയുള്ള ഒരു തുണിയെടുത്ത് നല്ല മേൽഭാഗവും അതിൻ്റെ ആ ഒരു പോർഷൻസും ഒക്കെ നല്ലോണം തന്നെ ക്ലീൻ ആക്കി കൊടുക്കുക. കാരണം നമ്മൾ എത്രയൊക്കെ പൂട്ടി വെക്കുന്നു എന്ന് പറഞ്ഞാലും മെഷീനിൽ പൊടി കയറും, ഉറപ്പായിട്ടും പൊടി കയറും. അപ്പോൾ അതെല്ലാം നമ്മൾ നല്ലോണം ക്ലീൻ ആക്കി കൊടുക്കണം. കാരണം ഈ മേളിലൊക്കെ ഉള്ള പൊടിയാണ് നേരെ കാറ്റത്തും പറന്ന് അതിനകത്തൊക്കെ കുടുങ്ങിയിട്ട് പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അപ്പം മേളിലുള്ള പോർഷൻസൊക്കെ ആദ്യം നല്ലോണം തന്നെ വൃത്തിയാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ സൈഡ് പോർഷനാണ് ക്ലീൻ ആക്കാൻ പോകുന്നത്, അതായത് ഇത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പോർഷനിൽ ഇതാ ഒരു ഭാഗത്തായിട്ട് ഒരു ബട്ടൺ കാണുന്നുണ്ടാവും, അത് നമ്മൾ ഓപ്പൺ ആക്കി എടുക്കണം. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഒരു സൂചിയോ പിന്നോ എന്തെങ്കിലും വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്നിങ്ങനെ മുകളിലേക്ക് പൊന്തിച്ച് കൊടുത്താൽ അതിങ്ങനെ പൊന്തി വരും. അത് നേരെ നമ്മൾ പിടിച്ച് ഇങ്ങോട്ട് എടുത്താൽ മതി. പിന്നെ ഓരോന്നും എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഓരോരോ സാധനങ്ങളും എടുക്കുമ്പോൾ ക്ലിയർ ആയിട്ട് തന്നെ എവിടെ നിന്നാണ് എടുത്തതെന്ന് നോക്കിയിട്ട് തന്നെ അത് വെക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്കൊരു സ്ക്രൂ കാണാനായിട്ട് സാധിക്കും. അത് നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അഴിച്ചെടുക്കാം. കണ്ടില്ലേ, ഇതുപോലൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അതിനകത്തുനിന്ന് അത് അഴിച്ച് നല്ലോണം എടുക്കുക. ശ്രദ്ധിക്കുക, സ്ക്രൂ ഒന്നും കളയാണ്ട് തന്നെ നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ സ്ക്രൂ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളിതിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പോർഷൻ നമുക്കിങ്ങനെ പൊളിഞ്ഞ് കിട്ടും. ആ ഒരു സ്ക്രൂ മേലാണ് ആ ഒരു ബോക്സ് ഇരുന്നത്. അപ്പോൾ ഈ കണ്ടില്ലേ, ഇതിനെയൊക്കെ നമ്മൾ ഇതിനകത്തുള്ള ആ ഒരു മെഷീൻ്റെ ആ പോർഷനൊക്കെ നല്ലതുപോലെ പൊടി കയറിയിട്ടുണ്ടാവും. ആ പൊടിയൊക്കെ നല്ലതുപോലെ തന്നെ നമ്മൾ തൂത്ത് ആദ്യം വൃത്തിയാക്കി കൊടുക്കണം. ചില ടേബിൾ ടോപ്പ് മെഷീൻസിൽ നമ്മളിപ്പോൾ നൂല് അഴിക്കുന്ന ആ ഒരു പോർഷൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്കൊരു ബ്രഷ് കൂടെ കിട്ടുമായിരിക്കും. എൻ്റെ മെഷീനിൽ കിട്ടിയിട്ടില്ല. എൻ്റെ മെഷീൻ ഉഷ ജാനോമിൻ്റെ മെഷീനാണ്. എല്ലാ മെഷീനിലും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ചില മെഷീൻസിൽ കണ്ടിട്ടുണ്ട് ഇതുപോലെ ബ്രഷ്. ആ ബ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ആ ഒരു പോർഷനൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ അത് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ, ഇതുപോലുള്ളൊരു ബ്രഷാണ്. ഇത് നമ്മുടെ ഹെയർ റിമൂവറില്ലേ, ഹെയർ റിമൂവറിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ ഒരു ബ്രഷ്, ഇങ്ങനത്തെ ഒരു ബ്രഷ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ മെഷീനിലുള്ള പൊടിയെല്ലാം തൂത്തെടുക്കാൻ സാധിക്കും കേട്ടോ. അതായത് നമ്മൾ ആ ഒരു അകത്തോട്ട് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ പൊടിയൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓയിലിംഗ് ആണ്. ഓയിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമലി മിഷൻ ഓയിൽ തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും കടകളിൽ നിന്ന്. അത് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഇപ്പോൾ അല്ലാണ്ട് വെളിച്ചെണ്ണയും മണ്ണെണ്ണയൊക്കെ ചേർത്തിട്ട് ചില ആൾക്കാർ യൂസ് ചെയ്യുന്നത്, അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. നമുക്ക് പെട്ടെന്ന് മിഷൻ ഇങ്ങനെ ടൈറ്റ് ആവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മിഷൻ ഓയിൽ തന്നെ വാങ്ങി യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു കറങ്ങുന്ന ഒരു ഭാഗമില്ലേ, അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും എവിടെയൊക്കെയാണ് മിഷൻ ഓയിൽ ഇടേണ്ടതെന്ന്. അതായത് നമ്മുടെ ആ ഒരു വീലൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ ആ കറങ്ങുന്ന പോർഷൻസിനെല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ നോർമൽ മെഷീൻ പോലെ തന്നെ അത്രയും ഓയിൽ, നമ്മൾ നോർമൽ മെഷീനിൽ എങ്ങനെയാണ് ഒരുപാട് ഓയിൽ യൂസ് ചെയ്യത്തില്ലേ, അത്രയും ഓയിലൊന്നും ഇതിനാവശ്യമില്ല. നമുക്കൊരു 1-2 ഡ്രോപ്പ് മാത്രം എല്ലാ ഭാഗത്തും ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും.
അതിനുശേഷം നമ്മൾ ഇതിനെ ഫിറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആ ഒരു ഭാഗത്ത് ഇതിനകത്തൊക്കെ പൊടി ഉണ്ടെങ്കിലും അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക. കാരണം ഇതിനകത്തൊക്കെ ഇരിക്കുന്ന പൊടികളായിരിക്കും പിന്നീട് അതിലേക്ക്, അതായത് നമ്മുടെ മിഷനകത്തേക്ക് കയറിപ്പോകുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി കൊടുത്തിട്ട് നേരത്തെ എടുത്ത് ഫിറ്റ് ചെയ്തതുപോലെ തന്നെ കറക്റ്റിന് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരത്തെ കാണിച്ച നമ്മുടെ ആ ഒരു ബ്രഷ് വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ഗ്യാപ്പില്ലേ, ഈ ഒരു ഗ്യാപ്പ് വരുന്ന ഭാഗമൊക്കെ ഇങ്ങനത്തെ ബ്രഷ് വെച്ചിട്ട് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ സാധിക്കും. ഇങ്ങനത്തെ ബ്രഷ് ഇല്ലാത്ത ആൾക്കാർ നമ്മളതൊന്ന് സംഘടിപ്പിക്കാൻ നോക്കുക കേട്ടോ. കാരണം ഇത് ഈസി ആയിട്ട് തന്നെ നമുക്കത് നമ്മുടെ മിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു ബ്രഷാണ്. അതിനുശേഷം നമ്മൾ ഇനി വൃത്തിയാക്കാൻ പോകുന്നത് ഈ താഴത്തെ പോർഷനാണ്. അപ്പോൾ മേളിലുള്ള ഭാഗമൊക്കെ ഏകദേശം നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു പ്ലേറ്റ് പോലുള്ള പോർഷൻ അഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിസർവ് ഫുഡ് ആദ്യം അഴിച്ചു മാറ്റിയതിന് ശേഷം നമ്മുടെ പ്ലേറ്റിൻ്റെ സ്ക്രൂ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു മിഷൻ്റെ കൂടെ തന്നെ എല്ലാ മിഷനിലും കൂടെ കിട്ടുന്നതാണ് നമ്മുടെ ഒരു സ്ക്രൂ ഡ്രൈവറിന് പകരം കിട്ടുന്ന ഒരു സാധനമാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ആ ഒരു സ്ക്രൂ അഴിച്ചു മാറ്റാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ സ്ക്രൂ അഴിച്ച് മാറ്റിയിട്ട് നമ്മൾ പ്ലേറ്റ് പതിയെ എടുക്കുന്നുണ്ട്. അപ്പോൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഭാഗത്തൊക്കെ നല്ലോണം പൊടി ഇരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതെല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആ ഒരു ബ്രഷ് വെച്ചിട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലോണം തന്നെ തുടച്ച് വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം ആ ഭാഗത്തൊക്കെ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത് ഇതിൻ്റെ ആ ഒരു ബോബിൻ കേസ് ഇടുന്ന ഭാഗത്താണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു പ്ലേറ്റ് അഴിച്ച് മാറ്റിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഭാഗത്തൊക്കെ നല്ലതുപോലെ പൊടി ഉണ്ടാവുന്നത് കാണാൻ പറ്റും. അതെല്ലാം നമ്മൾ തുണി വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മുടെ മിഷനകത്തേക്ക് പോകുന്ന സാധനങ്ങളാണ്. അതങ്ങനെയാണ് മിഷനിൽ ഒരുപാട് പൊടി അടിഞ്ഞുകൂടുന്നത്. അപ്പോൾ ഇവിടെയും ഈ ഭാഗത്തും ഒക്കെ ഉള്ള പൊടികളെല്ലാം നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ആ ഒരു ഭാഗം തുറക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരുപാട് നൂലിൻ്റെയും തുണീൻ്റെയും ഒക്കെ പൊടികൾ അതിനിടയിൽ ഉണ്ടാവും. അതെല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു പോർഷൻ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ മിഷൻ ഒന്നിങ്ങനെ തിരിച്ച് കിടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ബോബിൻ കേസിൻ്റെ ആ ഒരു പോർഷൻ നമ്മൾ അഴിച്ചെടുക്കുക. അപ്പോൾ അതിന് 2 ക്ലിപ്പുണ്ട്. ആ ഒരു ക്ലിപ്പ് രണ്ടും നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടൊന്ന് അഴിച്ചെടുത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ അതിൽ ബോബിൻ കേസ് ഉണ്ട്. ബോബിൻ കേസ് ആദ്യം നമ്മൾ ഇളക്കി മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ക്ലിപ്പ് അഴിച്ച് മാറ്റേണ്ടത് കേട്ടോ. അപ്പോൾ ബോബിൻ കേസ് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം മേളിലുള്ള പോർഷനും അതിൻ്റെ അടിയിലുള്ള പോർഷനും രണ്ടും നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പോർഷനിലൊക്കെ നല്ലതുപോലെ തന്നെ പൊടി ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നമ്മൾ വൃത്തിയാക്കി എടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ഇതൊക്കെ നമ്മൾ അഴിച്ചു മാറ്റാൻ അറിയാത്ത ആൾക്കാരാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിയറായിട്ട് ഏതെല്ലാം പോർഷൻസ് എവിടെ നിന്നാണ് എടുത്തതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ക്ലിയറായിട്ട് നോക്കിയതിന് ശേഷം വേണം അഴിച്ചെടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടില്ലേ ഇതുപോലെ പൊടികളുണ്ടാവും. അതെല്ലാം നമ്മൾ വൃത്തിയാക്കുക കേട്ടോ. അതിനുശേഷം ആ ഒരു ഭാഗത്ത് ഇതിനകത്തേക്കും പൊടി ഉണ്ടാവും. അതെല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗത്തൊക്കെ ആ ഒരു ബ്രഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ക്ലീൻ എടുക്കാൻ പറ്റും കേട്ടോ. അതായത് നമുക്ക് ആ ഒരു ഭാഗം അല്ലാണ്ട് അതിനകത്തേക്ക് കൂടെ നമുക്ക് അത് ആ ഒരു ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. അതായത് അകത്തോട്ടൊക്കെ നല്ലതുപോലെ പൊടി ഉണ്ടാവും. അതൊക്കെ ഒന്ന് നമ്മൾ നല്ല രീതിയിൽ തന്നെ ക്ലീനാക്കി എടുക്കുക. അപ്പോൾ ക്ലീനിങ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഓയിലിംഗ് ആണ്. അപ്പോൾ ഓയിലിടേണ്ട ആ ഒരു പോർഷനിലൊക്കെ നല്ലതുപോലെ തന്നെ ഓയിലിട്ട് കൊടുക്കുക. അതിനകത്തേക്കും ചെറുതായിട്ട് ഓയിലിട്ട് കൊടുക്കുക. ഒരുപാട് ഓയിലിടേണ്ട കാര്യമില്ല കേട്ടോ. 1-2 ഡ്രോപ്സ് ഇട്ടാൽ മതിയാവും. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ എല്ലാം കറക്റ്റ് ചെയ്ത് വെക്കുക. അത് എപ്പോഴും ശ്രദ്ധിക്കുക, എടുക്കുന്നത് പോലെ തന്നെ ഫിറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മെഷീനിൽ സ്റ്റിച്ചൊന്നും കറക്റ്റായിട്ട് വീഴത്തില്ല. അപ്പോൾ അത് നേരെ കറക്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നേരത്തെയുള്ള ആ പ്ലേറ്റ് കൂടെ കറക്റ്റ് ചെയ്ത് വെച്ച് ആ സ്ക്രൂ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഓയിലിങ്ങും ക്ലീനിങ്ങും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും നമ്മുടെ ടേബിൾ ടോപ്പ് മെഷീൻ ഒരു കേടുപാടുകളും ഇല്ലാണ്ട് സ്മൂത്തായിട്ട് തന്നെ പോകട്ടൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിതിപ്പോൾ കുറച്ച് നാളിത് നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാണ്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ സൗണ്ട് മാറാൻ തുടങ്ങും. അപ്പോൾ കറക്റ്റ് മെയിൻറ്റെയിനിങ് ആണ് ഇതിന് ആവശ്യമുള്ളത്.
അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ വളരെ സ്മൂത്തായിട്ട് വളരെ വ്യത്യാസമുണ്ട് നേരത്തെയുള്ള സൗണ്ടും ഇപ്പോഴുള്ള സൗണ്ടും തമ്മിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു മഴേൻ്റെ കാരണം കൊണ്ട് ആ ഒരു സൗണ്ട് കേൾപ്പിക്കാൻ പറ്റാത്തത്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടേബിൾ ടോപ്പ് മെഷീൻ എത്ര കാലം വേണമെങ്കിലും സ്മൂത്തായിട്ട് ഒരു പ്രശ്നവും ഇല്ലാണ്ട് നമുക്ക് പുറത്തൊന്നും കംപ്ലയിൻസ് ഒന്നും വരാണ്ട് പുറത്തൊന്നും കൊടുക്കാണ്ട് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും വീഡിയോ പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു, ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത്. കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താലേ ഞങ്ങളിടുന്ന വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുന്നിലെത്തുകയുള്ളൂ. Thank you.